എല്ലാ കൂട്ടുകാർക്കും LCSF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് LCSF ബ്രേക്ക്ഫാസ്റ്റായ ബട്ടർ കോഫിയും ഓംലെറ്റുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ബട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. ഇതിലേക്ക് ചിക്കറി ഇല്ലാത്ത കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഉപയോഗിക്കാം. പിന്നെ അൺസാൾട്ടഡ് ബട്ടർ 1.5 ടീസ്പൂൺ വരെ 1 കപ്പ് ചായയിലേക്ക് ആവാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കാപ്പിപ്പൊടി ഇട്ടു. ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് ബ്ലെൻഡറിലേക്ക് ഒഴിക്കാം. വാഷറുള്ള മൂടിയാണെങ്കിൽ പൊങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ അത് സൂക്ഷിക്കണം. ബട്ടർ ചേർക്കാം. ഇനിയൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ ബട്ടർ കോഫിയിൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല. ഇവിടെ കോഫി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സെർവിങ് കപ്പിലേക്ക് മാറ്റാം. പഞ്ചസാര ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നല്ല മിൽക്ക് മെയ്ഡ് ചേർത്ത പോലെയുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ജാറ് ഹൈറ്റ് ഉള്ളതും മുകളിലൊരു കൊച്ചു മൂടിയുള്ളതും വാഷറില്ലാത്തതുമാണ്. അതുകൊണ്ട് ഒരു 15 സെക്കൻഡ് വരെ നിർത്താതെ ഓൺ ചെയ്ത് അടിച്ചെടുക്കാം. പക്ഷേ വാഷർ ജാറ് ഉപയോഗിക്കുന്നവർ മൂടിക്കൊരു ഹോൾ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല പൾസിൽ ഒന്ന് പ്രസ് ചെയ്യുക 1 സെക്കൻഡ്, എന്നിട്ട് മൂടി ഒന്ന് തുറന്നിട്ട് ആവി ഒന്ന് കളഞ്ഞു കൊടുക്കുക. ഇങ്ങനെ 4-5 പ്രാവശ്യം മൂടി അടച്ചും പൾസ് അടിച്ചും അങ്ങനെ ചെയ്തെടുക്കണം. ഈ വാഷർ ജാറ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ചൂടുള്ളത് കൊണ്ട് പുറത്തു പോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഇങ്ങനെ പുറത്തു പോയ അനുഭവങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ മിക്സിയിലൊന്നുമല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വഴിയുണ്ട്. കോക്ടെയിൽ ഉണ്ടാക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, മൂടി ഒക്കെ ഉള്ള ലീക്ക് പ്രൂഫായിട്ടുള്ള, അതുപോലെയുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ചായയും ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കാം. അപ്പോഴും ബട്ടർ കോഫി റെഡിയായി കിട്ടും. അപ്പോൾ മിക്സിയുടെ പ്രോബ്ലംസ് ഒന്നും വറീഡാവണ്ട. കോഫിയുടെ കൂടെ കഴിക്കാനുള്ള ഓംലെറ്റിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 പേർക്ക് ഇവിടെ 3 മുട്ടയും 3 പച്ചമുളകും 2 ടീസ്പൂൺ കിട്ടാനത്രയും സവാളയും 1 തക്കാളിയും 1 ബെൽ പെപ്പറും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും വേണം. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചൂടായ പാനിലേക്ക് എണ്ണ ചേർത്തിട്ടുണ്ട്. ബട്ടറും യൂസ് ചെയ്യാം. ഇനി കൂട്ട് ഒഴിച്ചു കൊടുത്തു. മുകളിൽ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 10 സെക്കൻഡ് അടച്ചു വെക്കാം. വെന്ത് കഴിഞ്ഞാൽ മറിച്ചിടാം. ഇനി ഒരു 2 സെക്കൻഡ് തീ കുറച്ച് വെക്കാം. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.